നമസ്കാരം, സലീൽ ബിൻ ഖാസിമാണ്. ഫുഡ് വ്ളോഗർ, ട്രാവൽ വ്ളോഗർ, ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, മോട്ടോ വ്ളോഗർ, അങ്ങനെ ഒരുപാട് വ്ളോഗർമാരുണ്ട്. അവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ആത്മീയ വ്ളോഗർമാരുടെ കാലമാണ്. ആത്മീയ വ്ളോഗർമാരിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പിരിവിൻ നിലാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടു. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ലൈവിൽ ഒരു 313 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ ഇടുക, അതുപോലെ തന്നെ മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുക, അത് കൂടാതെ പിരിവെടുത്തിട്ട് വരുമാനം ഉണ്ടാക്കുക. ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്ന ആളുകൾ മറ്റു പല ലക്ഷ്യങ്ങളായിട്ട് സംഘടിപ്പിക്കുന്ന ആത്മീയ മജ്ലിസുകളിൽ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൗണ്ടറുകൾ ഇട്ടിട്ട് അതിൽ നിന്ന് പിരിവെടുത്തുണ്ടാക്കുക. ഇനിയിപ്പോൾ അതൊന്നും മതിയാവാഞ്ഞിട്ട് മറ്റുള്ളവരെടുക്കുന്ന പിരിവിൻ്റെ ഇടയിൽ കൂടെ ബക്കറ്റ് കയറ്റിയിട്ട് വേറെയും പിരിവെടുക്കുക. ആക്രാന്തത്തിൻ്റെ മരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ പിരിവിൻ നിലാവ്. പിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി പിരിവ്, വല്ലാത്ത ജാതി പിരിവ് തന്നെ ആയിപ്പോയി. അപ്പോൾ പിരിവിൻ നിലാവിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള മറുപടി നമ്മുടെ വീഡിയോകൾ കോപ്പിറൈറ്റ് അടിക്കുക എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോയും ചിലപ്പോൾ അവർ റിപ്പോർട്ട് അടിച്ചേക്കാം. റിപ്പോർട്ട് അടിച്ചാലും കുഴപ്പമില്ല, പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിനുശേഷം ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് ലൈവിൽ വന്നിട്ട് വളരെ പക്വതയില്ലാത്ത രീതിയിൽ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അവിടെ വന്നിട്ട് ഞാൻ തെളിയിക്കണം. എന്ത് തെളിയിക്കാൻ? ഈ പിരിവെടുത്തത് മൂപ്പരാണ്, പിന്നെ അതുപോലെ തന്നെ അത് വണ്ടി കയറ്റി കൊണ്ടുപോയത് മൂപ്പരാണ്, അത് എണ്ണിയതും അതിൻ്റെ റെസിപ്റ്റ് കൊടുത്തതൊക്കെ മൂപ്പരാണ്. എന്നിട്ട് ഞാനെന്ത് തെളിയിക്കാൻ? അതിനെക്കുറിച്ചിട്ട് നാട്ടുകാരായിട്ടുള്ള ആളുകൾ, അവരുടെ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവർ പറഞ്ഞ ആരോപണങ്ങൾ മാത്രമല്ല ഞാൻ വീഡിയോ ആക്കിയിട്ടുള്ളത്, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ബക്കറ്റ് വെച്ച് പിരിവെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ കാര്യങ്ങളും കൂടെ വീഡിയോ ആക്കിയ സമയത്ത് അത് നിങ്ങൾ കോപ്പിറൈറ്റ് അടിച്ച് കളയാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് പിന്നെ ലൈവിലേക്ക് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വെല്ലുവിളിയോട് കൂടി തന്നെ നിങ്ങളുടെ റേഞ്ച് എത്ര ഉണ്ടെന്ന് മനസ്സിലായി. പക്വതയില്ലായ്മയുടെ ഒരു മരമാണ് പിരിവിൻ നിലാവ് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. പിന്നെ അത് മാത്രമല്ല, അതിനുശേഷം നടന്നിട്ടുള്ള ആനവാതിൽ മജ്ലിസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലെ കമ്മിറ്റി പ്രസിഡന്റിൻ്റെതായിട്ട് വാട്സപ്പിൽ ഒരു റൈറ്റപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ കണ്ടന്റ് അല്ല കേട്ടോ. എന്നാലും ആ റൈറ്റപ്പിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. കാരണം ഞാൻ ആ റൈറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്യാനും അദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ ആധികാരികത വ്യക്തമാക്കാനും വേണ്ടി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ പൊതുവേദിയിൽ കൊണ്ടുപോയിട്ട് ചർച്ചയാക്കിയിട്ട് അത് ഒരു വിവാദത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഉണ്ടെന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കമ്മിറ്റി പ്രസിഡന്റിന്റെ പേരോ കാര്യങ്ങളോ പറയുന്നില്ല. ആ റൈറ്റപ്പിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മഹല്ല് നിവാസികളെ. ആനവാതിൽ മഹല്ല് കമ്മിറ്റിക്ക് സ്ഥിര വരുമാനത്തിനായി ഒരു സ്ഥലം വാങ്ങുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് 3 ദിവസം നീണ്ടുനിന്ന ദിക്ർ ദുആ വാർഷികവും മജ്ലിസ് നൂറും സംഘടിപ്പിച്ചത്. പ്രമുഖരായ വ്യക്തികളെ ക്ഷണിക്കുക എന്ന തീരുമാനപ്രകാരമാണ് 3 പേരുടെ ഡേറ്റ് ബുക്ക് ചെയ്യുകയും സാധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത്. നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായി പരിപാടികൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം 3-ാം ദിവസം സഫ്വാൻ സഖാഫിയുടെ അറിവിൻ നിലാവ് പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തത വരുത്തുവാൻ മഹല്ല് കമ്മിറ്റി ആഗ്രഹിക്കുന്നു. 1.5 മാസം മുമ്പാണ് സഫ്വാൻ സഖാഫിയെ പരിപാടിക്കായി ബുക്ക് ചെയ്തത്. അവിടെ പോയപ്പോൾ അവരുടെ അറിവിൻ നിലാവ് പണപ്പിരിവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒന്നും കമ്മിറ്റി ഭാരവാഹികളോട് സൂചിപ്പിച്ചിരുന്നില്ല. 4ാമത്തെ തവണ പോയപ്പോൾ മാത്രമാണ് അവരുടെ സ്നേഹവീട് അറിവിൻ നിലാവ് പിരിവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ദിവസങ്ങളോളം ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് പരിപാടിയുടെ 4 ദിവസം മുമ്പ് അവരുടെ നിബന്ധനകൾ അടങ്ങിയ സർക്കുലർ നമുക്ക് അയച്ചു തരുന്നത്. അപ്പോഴേക്കും പ്രചരണ പരിപാടിയുമായി നാം ഏറെ ദൂരം മുന്നോട്ട് പോയിരുന്നു. അറിവിൻ നിലാവ് പരിപാടിയുടെ സ്വഭാവം അറിയാൻ അതിനുശേഷം നമ്മൾ മലപ്പുറം വേങ്ങരയിൽ നടന്ന പരിപാടിയുമായിട്ട് സംഘാടകരുമായിട്ട് ബന്ധപ്പെടുകയും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വേങ്ങരയിലെ സംഘാടകർക്ക് പറ്റിയ പിഴവ് സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നാം എടുക്കുകയും ചെയ്തതാണ്. അടിയന്തര കമ്മിറ്റി യോഗം ചേരുകയും മഹലിൽ ലഭിക്കേണ്ട സാമ്പത്തിക സഹായം നമുക്ക് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ അറിവിൻ നിലാവ് സ്നേഹവീട് കൗണ്ടറുമായി സഹകരിക്കണമെന്നും നമ്മൾ വളണ്ടിയേഴ്സിന് നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. എന്നാൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സ്ത്രീകളുടെ ഭാഗത്ത് അവരുടെ പുരുഷ വളണ്ടിയേഴ്സിന് കൗണ്ടറിൽ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സ്ത്രീകളുടെ ഭാഗത്ത് അവരുടെ പുരുഷ വളണ്ടിയേഴ്സിന് കൗണ്ടറിൽ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്ത്രീകളുടെ ഭാഗത്ത് ഇരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ പറയുകയും അനുമതി നിഷേധിക്കുകയും ചെയ്തു. പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചെറിയ സംസാരങ്ങൾ നടക്കുകയും ചെയ്തു. ചെറിയ തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിലെ കൗണ്ടറിൽ അവരുടെ പുരുഷ വളണ്ടിയേഴ്സ് ഇരിക്കുന്നതിലെ എതിർപ്പ് നമ്മുടെ വനിതാ വളണ്ടിയേഴ്സ് അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങോട്ട് പ്രവേശനം നമ്മൾ നിഷേധിക്കുകയും ചെയ്തതാണ്. അതേസമയം ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് അവർക്ക് ലഭിക്കേണ്ട പിരിവ് വനിതകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിരിവിന് വന്ന അവരുടെ വളണ്ടിയേഴ്സ് നമ്മുടെ പരിപാടിയുടെ ബാഡ്ജും ടാഗും ആവശ്യപ്പെട്ടെങ്കിലും അതും നമ്മൾ നൽകിയില്ല. അതേസമയം നിരവധി ബക്കറ്റുകളുമായി എത്തി പണം പിരിക്കാനുള്ള അവരുടെ ശ്രമം തുടക്കത്തിലെ തന്നെ തടഞ്ഞതായി വളണ്ടിയേഴ്സ് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞ് 10:30 ഉസ്താദും കൂടെ വന്ന 13 വളണ്ടിയേഴ്സും നഗരി വിട്ടു പോവുകയും ഭക്ഷണത്തിനായി എൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ആളുകളും പിരിഞ്ഞു പോയിരുന്നു. നമ്മുടെ ഏതാനും വളണ്ടിയേഴ്സ് മാത്രമാണ് പരിപാടി നടന്ന സ്ഥലത്ത് പിന്നീട് ഉണ്ടായിരുന്നത്. എന്നാൽ 10 മിനിറ്റിന് ശേഷം ഉസ്താദിന്റെ കൂടെ വന്നവരിൽപ്പെട്ട 4 പേർ ഒരു കാറിൽ പരിപാടി നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരികയും കാറിൽ നിന്ന് ചാടി ഇറങ്ങി സെക്രട്ടറിയുടെ കൈക്ക് പിടിച്ച് മോശമായി സംസാരിക്കുകയും കാറിൽ കയറാൻ പറയുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മഹല്ല് സെക്രട്ടറിയോട് തട്ടിക്കയറിയ സമയത്ത് നമ്മുടെ കുട്ടികൾ പ്രതികരിച്ചു വന്നത് ശരിയാണ്. എന്നാൽ അവരെ കയ്യേറ്റം ചെയ്യുകയോ മറ്റു മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. മാത്രവുമല്ല നമ്മുടെ വളണ്ടിയേഴ്സ് തികഞ്ഞ സംയമനം പാലിച്ചതുകൊണ്ട് കൂടുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് അവരെ പെട്ടെന്ന് തന്നെ കാറിൽ കയറ്റി തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിരിവ് നടത്താൻ നമ്മുടെ കുട്ടികൾ സമ്മതിക്കാതിരുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം.
എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാറിൽ തിരിച്ചു പോയവർ ഫോൺ വഴി നൽകിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായി എൻ്റെ വീട്ടിൽ നിന്നും ഉസ്താദും കൂടെയുള്ള മറ്റുള്ളവരും ഭക്ഷണം കഴിക്കാതെ പോയത്. ഭക്ഷണപാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ച് പോയി എന്നാണ് മറ്റൊരാൾ എന്നോട് പറഞ്ഞത്. അതിലൊന്നും ആധികാരികത ഉറപ്പിക്കാൻ ഞാൻ ആളല്ല. ഉസ്താദും കൂടെയുള്ള മറ്റുള്ളവരും ഭക്ഷണം കഴിക്കാതെ പോയത്. ഭക്ഷണം കഴിച്ചു പോകാൻ ഞങ്ങൾ അവരെ ഏറെ നിർബന്ധിച്ചിരുന്നു. വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇതായിരിക്കെ സത്യാവസ്ഥ മഹല്ല് നിവാസികൾ ഉൾക്കൊള്ളണമെന്നും കൂടുതൽ ചർച്ചകൾ ഒഴിവാക്കി മഹല്ലിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിപാടിയുടെ വിജയത്തിനായി സഹകരിച്ച നാട്ടിലും വിദേശത്തുമുള്ള എല്ലാ സഹോദരന്മാരോടും കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ പ്രസിഡന്റിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ അടക്കമാണ് ഈ ഒരു റൈറ്റപ്പ് പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസിഡന്റിന്റെ പേരും ഡീറ്റെയിൽസും വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന് ഒരു പൊതുവിഷയത്തിൽ ഒരു തർക്കത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചയക്കുകയോ ഇത് ഞാനൊരു കണ്ടന്റായിട്ട് അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇതൊരു കണ്ടന്റായിട്ടേ കൂട്ടണ്ട. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാം. അതൊക്കെ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആത്മീയതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പല സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഈ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പരമാവധി മൂടി വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വർഗീയത എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെതിരെ ശബ്ദിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വർഗീയത എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടന്റേ അല്ല ഇത്. ഞാൻ അറിഞ്ഞൊരു വിഷയം നിങ്ങളും കൂടെ അറിയിച്ചു. ഇതിൻ്റെ ആധികാരികതയും ഞാൻ ഉറപ്പിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് മെല്ലെ തള്ളിക്കളയാം. അതേസമയത്ത് തന്നെ ഈ സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന പിരിവിൻ നിലാവിൻ്റെ ആളുമായിട്ട് ഈ വേങ്ങരയിലെ ഒരു മജ്ലിസുമായി ബന്ധപ്പെട്ട് ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ സമയത്ത് അദ്ദേഹത്തിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുള്ള കൂട്ടത്തിലുള്ള ഒരാൾ നാട്ടിൽ വളരെ മോശം അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് എന്ന് അറിയാവുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു സൂചന നൽകി. ഇത്തരം വ്യക്തികളുമായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു മോശമാകും എന്നൊരു സൂചന നൽകുകയും അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വിവരം ഇവിടെ പോയിട്ട് പറഞ്ഞ വിവരങ്ങളെല്ലാം നാട്ടിലെത്തുകയും നാട്ടിൽ ഈ പറഞ്ഞ ആളുകൾ ഇദ്ദേഹത്തെ മദ്രസയിൽ കയറ്റാതെ തല്ലാൻ തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം സഫ്വാൻ സഖാഫിയോട് സംസാരിക്കുന്ന സമയത്ത്, ഈ പറഞ്ഞ പിരിവിൻ നിലാവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പെരുമാറുന്ന രീതി എന്താണെന്നും, ഈ പറയുന്ന ഇവൻ പെരും നുണയനാണെന്നും ഇവൻ വാക്കുകൾ മാറ്റി മാറ്റി പറയുന്ന ആളാണെന്നും ഇതിൽ നിന്ന് ഈ വോയിസിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. 19 മിനിറ്റിൻ്റെ വോയിസാണ്. ഞാൻ ഫ്രാങ്കായിട്ട് പറയാം, 19 മിനിറ്റിൻ്റെ വോയിസിൽ ഞാൻ ഒരു 19 മിനിറ്റ് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൽ പ്രസക്ത ഭാഗങ്ങൾ നിലനിർത്തി ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഉടനീളം സഫ്വാൻ സഖാഫിയുടെ വെല്ലുവിളി നിറഞ്ഞ സംസാരവും പക്വതയില്ലാത്ത സംസാരവുമാണ്. ഈ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന് ഈ പക്വതയില്ലാത്ത ഈ ഒരു സഫ്വാൻ സഖാഫിക്ക് ആകെ 27 വയസ്സായിട്ടുള്ളൂ. 30 വർഷത്തോളം മദ്രസാധ്യാപകർ നടത്തിയിട്ടുള്ള ഒരു വന്ധ്യവയോധികനായിട്ടുള്ള ഒരു ഉസ്താദിനോടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം തർക്കിക്കുന്ന രീതിയും ഇദ്ദേഹത്തിന്റെ വെല്ലുവിളി എന്താണെന്നും വെല്ലുവിളി എങ്ങനെയാണെന്നും ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതെന്നും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു വോയിസ് നോട്ടിൽ നിന്ന് സാധിക്കുമെന്നാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ എന്തെന്നെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വോയിസ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ, നിങ്ങൾക്ക് വിളിച്ച ആള് മാറിക്കണം കേട്ടോ. നിങ്ങൾ ഞെട്ടിക്കാൻ നിൽക്കല്ലേ? ഈ നിങ്ങൾ നെറ്റിക്കല്ല, നിങ്ങൾ എനിക്ക് ആളെ മാറിയിട്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് വിളിച്ചാൽ മതി കേട്ടോ. മനസ്സിലാക്കിട്ട് തന്നെ നിങ്ങളങ്ങനെ മേത്ത് തൊടാൻ ഇതിന്റെ ഉള്ളിൽ കയറിയണമെങ്കിൽ 2 കാലം പുറത്തിറങ്ങില്ല. നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും കാട്ടിയാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് 2 കാലം നിങ്ങൾ പുറത്തിറങ്ങില്ല. 27 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ 27-30 ചോട മാത്രം വയസ്സ് പ്രായമുള്ള ഒരു പാൽക്കുപ്പി പയ്യൻ ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് കുറച്ച് എന്താ പറയുക കുറച്ച് കിതാബുകളൊക്കെ പഠിച്ചതിൻ്റെ വിവരം ഉണ്ടാവാം. പക്ഷേ അത് ഒരിക്കലും ഒരു വ്യക്തി നല്ലവനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി മഹാനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരിക്കലും പോവില്ല. അദ്ദേഹത്തിന് അറിവുകളുണ്ട്, പക്ഷേ പക്വതയില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ഒരു ചള്ള് ചക്കൻ, ആ ഒരു ചള്ള് ചക്കൻ 30 വർഷത്തോളം സേവനമുള്ള വന്ധ്യവയോധികനായിട്ടുള്ള ഒരു ഉസ്താദിനോട് പറയുന്ന ഡയലോഗാണ്. അദ്ദേഹം ഏതുമായിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിക്കേണ്ട ഒരു മിനിമം മര്യാദ പോലും ഇല്ലാതെ ഇത്തരത്തിലാണ് സംസാരിക്കുന്നത്. വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ബാക്കി കൂടെ നമുക്ക് കേട്ടോക്കാം. ഇദ്ദേഹം ഈ പാവപ്പെട്ട ഉസ്താദ് അതിന് മറുപടി എന്താണ് പറയുന്നതെന്നും കൂടെ ഒന്ന് കേട്ടോക്കാം. കഴിഞ്ഞാല് ഈ കോലത്തിലുള്ള സംസാരിക്കണമെങ്കിൽ അപ്പോൾ ഉസ്താദുമായിട്ട് കടുത്ത തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉസ്താദിന്റെ സംശയം ഓഫീസിലെ സ്റ്റാഫ് ആരോ പറഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ആരും പറഞ്ഞിട്ടില്ല, ഉസ്താദിന്റെ കൂടെയുള്ള ആളുകളായിരിക്കും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള പിരിവിൻ നിലാവ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാഫിനോടൊക്കെ വിളിച്ച് ചോദിച്ചൊരു നാടകമൊക്കെ കളിക്കുന്നുണ്ട്. ഇദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട് ഇദ്ദേഹം അല്ല ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേങ്ങരയിലെ കുട്ടീൻ്റെ വീടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം അത് പറഞ്ഞു എന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഓഫീസിൽ നിന്ന് പറഞ്ഞു എന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ വീട് ഞങ്ങൾ ഏറ്റെടുത്തോളം എന്നൊക്കെ പറയുന്നത്. ആ കുട്ടീൻ്റെ വീട് വെച്ചിട്ടാണ് ബാർഗൈനിങ് നടക്കുന്നത്. അപ്പോൾ എന്തെന്നെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തർക്കം. ഉസ്താദല്ല പറഞ്ഞത്, ഉസ്താദിൻ്റെ ഓഫീസിലുള്ള ആളുകളല്ല പറഞ്ഞത്, ഒന്നുമല്ല പറഞ്ഞത്, ഇയാളെ കൂടെയുള്ള ആളുകളായിരിക്കും. തർക്കം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം. എത്രത്തോളം വലിയ കപടനാണ് ഇവനെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയതിൽ. ഞാൻ കുറ്റക്കാരനാണ് ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വർത്താനല്ലേ, ആ വർത്താനം ഇവർ അറിഞ്ഞേക്കണു. അതെങ്ങനെ അറിഞ്ഞാണ് കിട്ടേണ്ടത്? അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ ഇവനോട് പറഞ്ഞു,
അച്ഛനോട് പറഞ്ഞു, സമീർ പോയി ഓരോടും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ അതിനെ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു കൊടുക്കാൻ കുട്ടിക്കാരനെ പറഞ്ഞത്. ഞാൻ അവിടെ എന്താ ചോദിച്ചാൽ ഓനോട് പുറത്ത് കൃത്യമായിട്ട് ചോദിച്ചു നോക്കണം. ഓൻ അങ്ങനെ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനെ നമുക്ക് നന്നാക്കണം എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരാളെ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ, കഞ്ചാവിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ഓനെ നമുക്ക് നന്നാക്കണം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അതെ. അതായത് ഉസ്താദുമായിട്ടൊരു നീണ്ട തർക്കത്തിനും വെല്ലുവിളിക്കും ഒക്കെ ശേഷം തെളിയിക്കാൻ വേണ്ടി ഇത് തെളിയിച്ചാൽ ഞാൻ ആ വീട് ഏറ്റെടുത്തോളാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്നൊക്കെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയൊക്കെ മയക്കിയതിന് ശേഷം ഇവൻ പറയാണ് ഇവൻ തന്നെയാണത് പറഞ്ഞതെന്ന്. എന്നിട്ട് ആ വെല്ലുവിളി അവിടെ നിർത്തുന്നുണ്ടോ? വീണ്ടും ഈ രീതിയിൽ തർക്കം വീണ്ടും തുടരുകയാണ്. നോക്കണേ, ഈ ഒരു തർക്കത്തിലേക്കാണോ എന്നെ വെല്ലുവിളിച്ചത് മിസ്റ്റർ പിരിവിന്തലാവ്? ഐ ഡോണ്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദാറ്റ്. എനിക്കതിന് താല്പര്യമില്ല. എനിക്ക് അവതരിപ്പിക്കാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇതില്ലാതാവുന്ന സമയത്ത് മറ്റൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സൈബർ ഗ്യാങ്ങിനൊക്കെ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും, ഏത് രീതിയിലുള്ള സൈബർ ആക്രമണം എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല ഞാൻ പ്രതികരിക്കുന്നത്. ഇനിയും ഒരുപാട് മേഖലകളും ഒരുപാട് രീതികളും ഒക്കെ നമുക്ക് പ്രതികരിക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രതികരണങ്ങൾ വരും. നമുക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയത്ത് ഈ വെല്ലുവിളികളും പിന്നെ അതുപോലെ തന്നെ ഈ ഗുണ്ടായുസും ഒക്കെ നാലായിട്ട് മടക്കിയിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് പിരിച്ച് നക്കാൻ നോക്ക്. അതല്ല നല്ലത്. അപ്പോൾ മൂപ്പരെന്നാണ് പറഞ്ഞത്, മൂപ്പര് വോയിസ് കോളിൻ്റെ ഇടയിൽ സമ്മതിച്ചു. അത് മറന്നു പോയിട്ടാണോ ഇനിയിപ്പോൾ അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. വീണ്ടും വെല്ലുവിളി തുടരുകയാണ് മൂപ്പര്, തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് തന്നെയാണ് എൻ്റെ വിഷയത്തിൽ സംഭവിക്കുന്നത്. കാരണം ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു, തെളിവ് സഹിതം പൊതുസമൂഹത്തിന് മുന്നിൽ നിരത്തി കഴിഞ്ഞു. പിന്നെയും അതിൻ്റെ മുകളിൽ കയറിയിട്ട് വെല്ലുവിളി നടത്തുകയാണ്. ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കേണ്ട അതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ കഴിഞ്ഞാലും ഈ പറഞ്ഞിട്ടുള്ള ഉസ്താദ് മറ്റൊരാൾ ഇയാളുടെ അടുത്ത് ചെന്ന സമയത്ത് അയാളൊരു മോശപ്പെട്ട രീതിയിലുള്ള ഒരാളാണ് എന്നുള്ള സൂചന കൊടുത്തു. ഇയാളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്ത് തന്നെ കഴിഞ്ഞാലും ഉസ്താദ് പറഞ്ഞത് അങ്ങനെ മറ്റൊരാളെ കുറിച്ച് പറയുന്നത് തെറ്റന്നെയാണ്. അപ്പോൾ ആ ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ അയാളോട് നേരിട്ട് പറഞ്ഞിട്ട് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കാതെ ഇത്തരത്തിലുള്ള ആളുകളോട് പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇയാൾ മറ്റേ ഉസ്താദ് തിരിച്ചു വരുന്നത് കാത്തിക്കാണ് ഉസ്താദിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ജീവിക്കാനുള്ള ജീവിതം പോലും വഴിമുട്ടിച്ച്. എന്തിനെന്നറിയാം, ഇവർ തമ്മിൽ എന്തോ ഒരു കരാറുണ്ടായിരുന്നു, അത് ഇയാൾ പാലിച്ചിട്ടില്ല. അതാണ് പോലും കാരണം. എന്തൊക്കെ കരാറുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന ആളുകളും ആക്രമിക്കുന്ന ആളുകളും തട്ടിപ്പ് നടത്തുന്ന ആളുകളും പറ്റിക്കപ്പെടുന്ന ആളുകളൊക്കെ തമ്മിൽ കരാറുകളുണ്ട്, പല കരാറുകളും ഉണ്ട്. അതിൽ വീണ്ടും പൊതുസമൂഹം വീണ്ടും ഇത്തരം ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് വീണ്ടും പറ്റിക്കപ്പെടുന്ന സമയത്ത് അവിടെയും കരാറുകൾ ഉണ്ടാവും. അതേസമയത്ത് ഇത്തരം തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ ഈ പറയുന്ന കരാറുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകളെല്ലാവരും തിരിഞ്ഞു വരുന്നുള്ളത് 100% ഉറപ്പാണ്. എങ്കിലും നമ്മുടെ പ്രതികരണങ്ങൾ നമ്മൾ ഇവിടം കൊണ്ട് നിർത്തൂല, നമ്മൾ ഇത്തരക്കാരെ തുറന്നു കാണിക്കുന്നത് ഇവിടം കൊണ്ട് നിർത്തൂല. നമ്മൾ ഇനിയും മുന്നോട്ടേക്ക് നമുക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരം പിരിവിന്നിലാവുകാരെ ഇനി പരിപാടിക്ക് വിളിക്കുന്ന കമ്മിറ്റിക്കാർ 100 വട്ടം ആലോചിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് 100% ഉറപ്പുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഇത്തരം ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു തരം എന്തോ ഒരു സംഭവമായി പോയി എന്നുള്ളൊരു തോന്നലാണ്. 4 യൂട്യൂബിൽ മില്യൺ കണക്കിന് വ്യൂസും പിന്നെ അതുപോലെ തന്നെ അത് കണ്ടിട്ട് കുറച്ച് ഫാൻസും ഉണ്ടാകുന്ന സമയത്ത് അതായത് ഈ പറയുന്ന ആത്മീയ വ്ളോഗർമാരുടെ ഫാൻസ്, മനസ്സിലായി, സിനിമാ നടന്മാർക്കും ഈ സാധാരണ വ്ളോഗേഴ്സിനുള്ള ഫാൻസിൻ്റെ അതേപോലുള്ള ഒരു ഫാൻസ്, അല്ലാതെ ആത്മീയതയ്ക്ക് വേറെ കൊമ്പൊന്നുമില്ല. അപ്പോൾ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ, യഥാർത്ഥ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത്തരം കപടന്മാരെ, ഇത്തരം വ്ളോഗർമാരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തന്നെ ഈ സമൂഹം രക്ഷപ്പെടുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ്. നന്ദി, വീണ്ടും കാണാം, ബൈ. അടുത്ത വെല്ലുവിളിയുമായിട്ട് പിരിവിന്നില്ല വരുന്നവരെ വെയിറ്റിംഗ്. ഓക്കെ.